വീടെത്തി 2 ദിവസമായില്ലേ വീട്ടിൽ എത്തിയിട്ട്. ആ ശരിയാ ചേച്ചി, എന്നാ എല്ലാരും റൂമിൽ പൊക്കോ. തമ്മാനൂരുള്ള എന്റെ ഓഫീസ് ജോലി ഇല്ലേ, ആ ജോലിയാണ് മൊത്തത്തിൽ അങ്ങ് കിട്ടി. ഇനി ആ ജോലി തന്നെ എനിക്ക് മതി. അപ്പൊ വീട് ഇനി നമുക്കാണ് ഇങ്ങോട്ട് ഒരു വീട് കണ്ടിട്ടല്ലേ ചേച്ചി? ഞാൻ ചോദിക്കാം ചേട്ടാ, മക്കളും നമ്മൾ ഇനി തൊട്ട് തിരുവനന്തപുരത്ത് കേട്ടോ, കോഴിക്കോട്ടിൽ നിന്ന് നമ്മൾ മാറും വീട്. അതെന്താ അമ്മേ? അച്ഛനാണെങ്കിൽ ഒരു ജോലിയില്ല തമ്മാനൂര്. ആ ജോലിയാണെങ്കിൽ അച്ഛനങ്ങ് സ്ഥിരമായത്. മാസത്തിൽ 50,000 രൂപ കിട്ടും. ഇനി 50,000 ഇല്ല 60,000 കിട്ടും മാസത്തിൽ. അവർ കൂട്ടി തന്നോ. സ്ഥിരമായിട്ട് നിൽക്കുവാണെങ്കിൽ 60,000 തരാൻ തരാം. ഒരാഴ്ച നിൽക്കുവാണെങ്കിൽ 50,000 തരത്തുള്ളൂ. ഇനി നീ എന്നല്ലേ ചേച്ചിയുടെ വെച്ചിട്ട് വാ. ഞാൻ ചോദിച്ചിട്ട് വരാമേ. ചേച്ചി എന്താടി, ചേച്ചി ഇവിടെ വീട് വെക്കാൻ ഇട്ടിട്ടുണ്ടോ? ചേച്ചി രമേശേട്ടനാണെങ്കിൽ തമ്മാനൂരുള്ള ജോലിയില്ലേ, ആ ജോലിയാണെങ്കിൽ സ്ഥിരമായി. അതുകൊണ്ട് ഞങ്ങളൊരു വീട് നോക്കും അല്ലേ ചേച്ചി? കൊണ്ട് അറിയാവോ? എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല, ആരുടെയും ചോദിച്ചു പറയവേ. സ്ഥിരം നിൽക്കുവാണെങ്കിൽ മാസത്തിൽ 60,000 രൂപ. ഇപ്പൊ ഒരാഴ്ച നിൽക്കുവാണെങ്കിൽ 50,000 എടുത്തുള്ളൂ. അപ്പൊ മാസത്തിൽ നിൽക്കുവാണെങ്കിൽ 50,000 എടുത്തുള്ളൂ. അവര് കൂട്ടി പറഞ്ഞത്. ആഹാ കൊള്ളാലോ. ഞാൻ ആരോടെയൊക്കെ ചോദിച്ചിട്ടേ പറയാവേ. പ്രകാശേട്ടനെ വിളിച്ച് ചോദിക്കാവേ. പ്രകാശേട്ടനല്ലേ ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയുന്നത്. അപ്പൊ പ്രകാശേട്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കേ. അപ്പൊ ഇനി അവരെപ്പോഴും ഇങ്ങോട്ട് വരില്ല, ഇപ്പോഴൊരു സവാരമായി. പ്രകാശേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ പ്രകാശേട്ടാ. എന്താടി? രമേശേട്ടന് വീട് വല്ലതും ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ മാസമല്ലേ വന്ന്. അതിന് മുമ്പ് 1 വർഷം ഞാൻ സൗദിയിലായിരുന്നു. എനിക്ക് അത് അറിയത്തില്ലടി. ചിലപ്പോ എനിക്ക് അറിയാമെന്ന്, പക്ഷെ ആ വീടൊക്കെ വിറ്റ് കഴിഞ്ഞു. അല്ല ആർക്കാടി? നമ്മുടെ അഞ്ജലിക്കൊക്കെ. അവര് കോഴിക്കോടിലെ വീട് വിൽക്കാൻ പോണ. രമേശനാണ് തമ്മാനൂർ ജോലി കിട്ടേ. ഒരാഴ്ച നിൽക്കുന്നുള്ളെന്ന് രമേശൻ പറഞ്ഞേ. ഒരാഴ്ച നിൽക്കുമ്പോ 50,000 വരുമെന്ന് പറഞ്ഞേ. പിന്നെ അവിടുത്തെ ഓണർ ആണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറഞ്ഞേ. മാസത്തിലാണെങ്കിൽ 60,000 വരാന്ന് പറഞ്ഞത്. അങ്ങനെ രമേശൻ നിന്നേ. അതിനുവേണ്ടി രമേശനോട് വീട് എടുത്തു കൊടുക്കാൻ. ഒരു വീട് എനിക്കറിയാം, അതെന്റെ കൂട്ടുകാരന്റെ വീട്. അത് വിറ്റോന്ന് ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവന് ഞാൻ വിളിച്ചിട്ട് വിളിക്കാവേ. ആ ശരി പ്രകാശേട്ടാ. ഓ അടുക്കള ജോലിയൊക്കെ ചെയ്യട്ടെ. 2 ദിവസമായിട്ട് ഈ അടുക്കളക്ക് റെസ്റ്റ് ആയിരുന്നു. ഞാൻ വന്നതോടെ എല്ലാം കൂടെ ജോലി തുടങ്ങി. ആ പ്രകാശേട്ടനെ വിളിക്കുന്നു. ആ പ്രകാശേട്ടൻ എന്തായി? വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, വിറ്റിട്ടില്ലെന്ന് പറഞ്ഞു. എത്രയാ റേറ്റ് ചോദിച്ചോ? റേറ്റ് 50 ലക്ഷം. രമേശിന്റെ കോഴിക്കോടിന്റെ വീടാണെങ്കിലേ 1 കോടിയാ. ഇത് 50 ലക്ഷം ഉള്ളല്ലേ? എത്ര നിലയുണ്ട്? 1 നില. എന്നാ 1 നിലയല്ല. അപ്പൊ അവർക്ക് 2 നില ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് 1 നില കൂടെ പണിയാൻ പറയാം. കഴിക്കാൻ പോവാടി. പ്രകാശേട്ടൻ ഏത് ഭാഗത്തായിട്ടാ? ആ എടി നമ്മുടെ കഴക്കൂട്ടം ബീച്ചൊക്കെ കഴിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ ദൂരെയാ വീട്. അപ്പൊ അവരടുത്തായല്ലോ. കഴക്കൂട്ടം ബീച്ച് ഇവിടെ അടുത്തല്ലേ. പിന്നെ 2-3 കിലോമീറ്ററോടെ ഉള്ളു അവരുടെ വീട്ടിലോട്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാല്ലോ എപ്പോഴും. എന്നാ വീട് വെക്കാൻ പോന്നെ? രമേശനാണ് 2 ദിവസത്തേക്ക് ലീവ് എടുത്തേക്കാണ്. ജടായിപ്പാറ പോകുന്നുണ്ട്. അതുകൊണ്ട് നാളെ ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വാ. ഞാനെന്ന് കൂട്ടുകാരൻ വീട്ടിലോട്ട് വിളിച്ചു വിടാവേ. അവൻ കൊണ്ട് വീട് കാണിക്കും. ആ ശരി രമേശേട്ടാ. ഇനി ഈ കാര്യം അഞ്ചലിയോട് പോയി പറയട്ടെ. എന്താ ചേച്ചി വീടിന്റെ കാര്യം? പ്രകാശേട്ടന്റെ ഒരു ഫ്രണ്ടിനാണ് ഒരു വീടുണ്ട് വിൽക്കാനിട്ടേക്കുന്നത്. അതിനാണെങ്കിൽ 50 ലക്ഷം രൂപ. പക്ഷെ ഞങ്ങളുടെ വീട് 1 കോടിയുടെ അല്ലേ. അപ്പൊ ആ വീടിന് 1 നിലയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 1 നില കൂടെ പണിയാ 50 ലക്ഷം രൂപ കൊടുത്ത്. അപ്പൊ 1 നില കൂടെ പണിയാ. ഏത് സ്ഥലത്തായിട്ടാ? നമ്മുടെ കഴക്കൂട്ടം ബീച്ച് ആയിട്ട് കുറച്ച് 2-3 കിലോമീറ്റർ വേണം. ഇപ്പൊ പ്രകാശേട്ടനാണെങ്കിൽ പ്രകാശേട്ടന്റെ ഫ്രണ്ടിന് ഇങ്ങോട്ട് പറഞ്ഞു വിടാം വീട് വെക്കാൻ. ഇപ്പൊ വരും. ഇന്ന് പോന്നതല്ലേ, നാളെ രമേശന്റെ ലീവ് എടുക്കാൻ പറ്റത്തില്ല. 2 ദിവസം ലീവ് എടുത്തല്ലേ ജടായിപ്പാറ പറഞ്ഞുകൊണ്ട് വന്നു. ഞാനാണ് ആ കാര്യം പ്രകാശേട്ടനോട് പറഞ്ഞു. ഞാൻ വരികയാണേ. ഞാനല്ലേ പ്രകാശന്റെ ഫ്രണ്ടാണ്. വീട് വെക്കാൻ പറഞ്ഞു കിട്ടുക. ആ പ്രകാശേട്ടൻ പറഞ്ഞായിരുന്നു. വീട് എടുക്കുന്നത് ആരാ? ഞാൻ ഈ പറഞ്ഞ് നിൽക്കുന്നതാണ്. 50 ലക്ഷം രൂപയാവും. കോഴിക്കോടാണ്. അപ്പൊ 50 ലക്ഷം രൂപ വരുന്നത്. 1 നിലയാണ് ഞങ്ങൾ പറഞ്ഞത്. അടുത്ത 50 ലക്ഷം രൂപ കൊടുത്ത് നമുക്കൊന്ന് വീട് വെക്കാം. ചേച്ചി അപ്പൊ മക്കളെ അവരാരും ഉറങ്ങുക. അവരുടെ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് വീട് വെക്കാൻ പോകുന്നത്. ആ നമുക്കെന്താ TV റൂം ഹാളുവേ. 2 ബെഡ്റൂമിന്റെ അത് കാണിച്ചു തരാം. ഇതാണ് 1ാമത്തെ ബെഡ്റൂം. നീ 2ാമത്തെ ബെഡ്റൂം കാണിച്ചു തരാം.
ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമേ. അടുത്തത് കിച്ചൺ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. അടുത്ത ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. ഇവിടെ കുളിക്ക് ഷവറൊക്കെ ഉണ്ട്. നമുക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ആ വീടൊക്കെ ഇഷ്ടപ്പെട്ടു. ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ച്. ഇന്ന് 27 ഡേറ്റ്. ഞങ്ങള് ഈ വരാൻ പോകുന്ന 2-ാം തീയതി വരാവേ. നിങ്ങളുടെ കോഴിക്കോട്ടിലെ വീടും കൂടെ ഒന്ന് വിൽക്കണം. ആ വീടൊക്കെ പെട്ടെന്ന് എടുത്തോളും. കാരണം അത് വലിയ ലക്ഷറീസ് വീടാ. 2 നിലയും കൂടെ. അപ്പൊ നിങ്ങൾക്ക് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? ആ വീടൊക്കെ ഇഷ്ടപ്പെട്ടതല്ലോണം. അന്നാ ഇനി 2-ാം തീയതി കാണാവേ.